യമനിലെ ഹൂത്തി ഭീകരകേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രായേൽ വ്യോമസേന. യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൊദൈദ, റാസ് ഇസ തുറമുഖങ്ങൾ, ഹെസ്യാസ് പവർ പ്ലാന്റ് തുടങ്ങിയവയിലാണ് ആക്രമണം നടത്തിയത്. ഭീകര സംഘത്തിന്റെ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. സനയുടെ വടക്ക് ഭാഗത്തുള്ള ഹാർഫ് സുഫിയാൻ ജില്ലയിലെ ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ US നേതൃത്വത്തിലുള്ള സഖ്യസേന ആക്രമണം നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണങ്ങൾ US-മായി ഏകോപിപ്പിച്ചതാണെന്നും എന്നാൽ സംയുക്ത ആക്രമണമല്ലെന്നും ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. യുദ്ധവിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, ചാരവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ 20-ലധികം IAF വിമാനങ്ങൾ ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. യമന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഹൊദൈദ, റാസിസ തുറമുഖങ്ങൾ, ഹെസ്യാസ് പവർ പ്ലാന്റ് തുടങ്ങിയവയിലാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്നാൽ ഹൂതികൾ കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടിവരുമെന്ന് ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹൂതികൾ കനത്ത വില നൽകേണ്ടിവരുമെന്നും ഏതൊരു ഭീഷണിക്കുമെതിരെ ദൃഢനിശ്ചയത്തോടെയും ശക്തിയോടെയും പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. യമനിൽ IDF നടത്തുന്ന ആക്രമണം ഹൂതി ഭീകര സംഘടനയുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിക്കും യമനിലെ ഹൂതി ഭീകര സംഘടനയുടെ നേതാക്കൾക്കുമുള്ള വ്യക്തമായ മുന്നറിയിപ്പാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. ഭീകരരെ പിന്തുടരുന്നതും വേട്ടയാടുന്നതും തുടരുമെന്നും ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.